കോന്നി ആനക്കൂട്ടിൽ നിന്നാണ് ശിവരാജു തൃക്കടവൂരിലേക്ക് എത്തുന്നത്. കോന്നി റേഞ്ചിന് കീഴിൽ അട്ടത്തോട് ഭാഗത്തെ കാട്ടിൽ ഒരു പഴങ്കുഴിയിൽ വീണ ആനക്കുട്ടി. കാട്ടിൽ അവിടെയായി മൂടാതെ കിടക്കുന്ന പഴയ വാരിക്കുഴികളെയാണ് പഴങ്കുഴി എന്ന് വിളിക്കുന്നത്. ശിവരാജുവിനെ കാട്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ അന്നിവന്റെ പ്രായം ഏതാണ്ട് 5 വയസ്സിനോടടുത്താണ്. അങ്ങനെ കുഞ്ഞിക്കൊമ്പുള്ള നാട്ടാന ചന്തത്തെ 8 കരക്കാർ ചേർന്ന് ക്ഷേത്രത്തിൽ നടക്കിരുത്തി. ഇന്നിപ്പോൾ ലക്ഷണങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന ശിവരാജുവിന്റെ കൊമ്പുകളും ചെവികളും എടുത്തു പറയേണ്ടവ തന്നെയാണ്. അത്ര വണ്ണമുള്ളവയല്ലെങ്കിലും തെല്ല് പകച്ചകന്ന നീളൻ കൊമ്പുകളും അസാമാന്യ വലിപ്പമാർന്ന ചെവികളും അവനൊരു ആഫ്രിക്കൻ ആനയുടെ ഭാവഗാംഭീര്യം പകരുന്നു. നീണ്ട തുമ്പിക്കൈയും തെറ്റില്ലാത്ത വായുകുംഭവും കരിങ്കറുപ്പ് നിറവും ഉറച്ച കാലുകളുമെല്ലാം രാജുവിന്റെ പ്രതിഭാവിലാസങ്ങൾ തന്നെയാണ്. ഇടനീളം കുറച്ച് കുറവാണെന്നത് മാത്രമാണ് ചെറിയൊരു ന്യൂനത. പിന്നെ കണ്ണു കിട്ടാതിരിക്കാൻ എന്നോണം എങ്ങനെയോ ചെവിയിലുണ്ടായ മുറിഞ്ഞ പാടും. 2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ലക്ഷണമൊത്ത ആനയായി തിരഞ്ഞെടുക്കപ്പെട്ട ആനയാണ് ശിവരാജു. ശിവരാജുവിന് ഗജരാജരത്ന പട്ടം നൽകി ദേവസ്വം ബോർഡ് ആദരിക്കുകയും ചെയ്തിരുന്നു.